നമ്മുടെ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ഫ്രൂട്ട് എടുത്തേക്കണത് ഒരു മാതളനാരങ്ങ, ഒരു ആപ്പിള്, കുറച്ച് കറുത്ത മുന്തിരി, പിന്നെ ബദാം, കുറച്ച് ഈന്തപ്പഴം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് ഈ ഫ്രൂട്ടെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 സ്പൂൺ പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇതിലേക്ക് 2 സ്പൂൺ വൈറ്റ് കോമ്പൗണ്ട് മെൽറ്റ് ചെയ്ത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ വൈറ്റ് കോമ്പൗണ്ടും പഞ്ചസാരയും എല്ലാം കൂടി നല്ല മിക്സ് ചെയ്ത് നല്ലോണം കൊടുക്കുക. എന്നാലേ ഇതിലേക്കൊക്കെ നമുക്ക് പിടിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിലോട്ട് വെക്കാം. അപ്പോൾ ഇതേ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇടുന്നുണ്ട്. അതുപോലെ 2 സ്പൂൺ പാലിന് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആ 1 ഗ്ലാസ് പാൽ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതായത് നമ്മളെ പാൽ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പാലൊന്ന് ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതായത് ചെറുതായിട്ട് തിക്കായിട്ട് വരുന്നുണ്ട് പാല്. അപ്പോൾ നമുക്ക് ഇത് ഞാൻ ഇതിവിടെ കസ്റ്റാർഡ് പൗഡർ ഞാൻ എടുത്ത് പാൽ വെച്ച് കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ പാലിലേക്ക് 2 സ്പൂൺ പഞ്ചസാര ഇട്ട് 2-3 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണം. അതിനനുസരിച്ച് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഒന്ന് 3 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രൂട്ടിൽ ഇട്ടത് കൊണ്ട് മധുരം ഉണ്ടാവും. അപ്പോൾ നമ്മളൊന്നും നോക്കിയിട്ട് ഇട്ട് കൊടുക്കാവുള്ളൂ. ഇപ്പോൾ ഞാൻ 3 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറേ മധുരം ഇടാം. പക്ഷേ കുറച്ച് മധുരമൊക്കെയാണ് നല്ലത്. കുറേ മധുരമായ നമുക്ക് മത്തടിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ട് എടുക്കുക. അപ്പോൾ അതേ പാല് നല്ലോണം ഒന്ന് കുറുകി വരുന്നിട്ടുണ്ട്. നല്ലോണം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ കസ്റ്റാർഡ് പൗഡർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇളക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക. തീ കുറച്ച് വെച്ചിട്ട് വേണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കുറുകി പോയത്. അപ്പോൾ നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക്. അപ്പോൾ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ കട്ടയാവും പെട്ടെന്ന് തന്നെ. അപ്പോൾ ഇതൊന്ന് കുറുകി നല്ലോണം വന്നിട്ടുണ്ട്. ഇതേപോലെ ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് തണുക്കുമ്പോൾ ഒന്നും കൂടി കുറുകും. അതാണ് നമ്മൾ തീ ഓഫ് ചെയ്യാണ്. എന്നിട്ട് ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ഒന്നും കൂടി നല്ലോണം ഒന്ന് ഇളക്കി ആ ചൂടൊന്ന് മാറ്റണം. വേനല പെട്ടെന്ന് തന്നെ കുറുകിപ്പോവും. അപ്പോൾ ഇത് അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഇതേ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മിക്സ്ചർ ഇതിലാട്ട് വെച്ചിട്ട് ഇവിടെ തണുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇത് അപ്പോൾ ഫ്രൂട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് 1 ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഫ്രൂട്ട് ആദ്യം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ പാൽ ഒഴിച്ച് കൊടുക്കാം. ഫ്രൂട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി ഫ്രൂട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതായത് നമ്മുടെ ഫ്രൂട്ട് സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.